മുമ്പിൽ ആത്മശരീര മനസ്സുകളെ ശോഭ കലർന്ന വിളക്കുകളാ ഞാൻ കത്തിപ്പാറാകണമേ. ഒളിവായി നോക്കിയിടാതെന്റെ കണ്ണുകളെ നീ കാക്കണമേ. വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും കാക്കണമേ. എന്നധരങ്ങൾക്കെന്നും നീ കാവലതായും നിൽക്കണമേ. എന്നുള്ളിൽ ദോഷം ചെയ്യുവാൻ ഉള്ള വിചാരമുദിക്കരുതേ. നല്ലവനായ ദൈവം തമ്പുരാനേ, ഞാൻ യോഗ്യനായിട്ടില്ലെങ്കിലും നിന്നിലുള്ള ഭയവും സ്നേഹവും എനിക്ക് നീ തരണമേ. ദൈവമേ, എന്റെ ജീവനെ സഹായിക്കുന്നതും നിന്റെ മനുഷ്യത്വത്തിന് ഇഷ്ടമുള്ളതുമായ സകലത്തെയും എനിക്ക് നീ തരണമേ. എന്റെ കർത്താവേ, നീ തിരുമനസ്സാകുന്നുവെങ്കിലും എന്നെ വെടിപ്പാക്കുവാൻ നിനക്ക് കഴിയും. ദൈവമേ, മഹാപാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. എന്റെ കർത്താവേ, ശുദ്ധമുള്ള നിന്റെ മാലാഖമാരോടുകൂടെ നിന്റെ പിതാവിന്റെ വലിയ സ്തുതിയാൽ നീ വരുമ്പോൾ മഹാപാപിയായ എന്നെ ഓർക്കണമേ. കർത്താവേ, എന്നെ സഹായിച്ച് എന്റെ മേൽ അനുഗ്രഹിച്ച് എന്റെ വിശ്വാസപ്രവൃത്തിയിൽ തുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകാതിരിപ്പാൻ ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ. സ്വർഗത്തിലും നിന്റെ തിരുമുമ്പിലും ഞാൻ പിഴച്ചു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ ഭവനത്തിൽ കൂലിക്കാരനെ പോലെ എന്നെ കൈക്കൊള്ളണമേ. ഞാൻ പാപം ചെയ്തു പോയതുകൊണ്ട് അടിയാനെ പോലെയെങ്കിലും എന്നെ ആക്കി തീർക്കണമേ. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നാഥാ നീ തിരുമുമ്പിൽ ആത്മശരീര മനസ്സുകളെ ശോഭ കലർന്ന വിളക്കുകളാ ഞാൻ കത്തിപ്പാറാകണമേ. ഒളിവായി നോക്കിയിടാതെന്റെ കണ്ണുകളെ നീ കാക്കണമേ. വഞ്ചന കേൾക്ക. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
ആകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം കേൾക്കട്ടെ. ഞങ്ങളോട് കരുണ. ദൈവമേ നിനക്ക് സ്തുതി. കരുണയുന്ന മിശിഹാ രാജാവേ ശ്രീ പാറയ്ക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃഷ്ടി സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ ക്ഷമിച്ചതുപോലെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നോട്ട് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്ക് നിനക്കുള്ളതാകുന്നു. കുറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. എന്നോടുകൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ. അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ. അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് അഹറോൻ ഗൃഹം പറയട്ടെ. അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് യഹോവ ഭക്തർ പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവ ഉത്തരമുരളി എന്നെ വിശാല സ്ഥലത്താക്കി. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? എന്നെ സഹായിക്കുന്നവരുടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്നെ പായിക്കുന്നവരെ കണ്ട് രസിക്കും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സകല ജാതികൾ എന്നെ ചുറ്റിവളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ എന്നെ വളഞ്ഞു, അതെ അവർ എന്നെ വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു. മുൾത്തീ പോലെ അവർ കെട്ടുപോയി. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. യഹോവ എൻ്റെ ബലവും എൻ്റെ കീർത്തനവുമാകുന്നു. അവൻ എനിക്ക് രക്ഷയായും തീർന്നു. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട്. യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവൻ എന്നെ മരണത്തിനേൽപ്പിച്ചിട്ടില്ല. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീൻ. ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ വാതിൽ ഇത് തന്നെ, നീതിമാന്മാർ അതിൽ കൂടെ കടക്കും. നീ എനിക്ക് ഉത്തരമരളി എൻ്റെ രക്ഷയായി തീർന്നിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ചാൻ നിൽക്കുക. യഹോവയെ ഞങ്ങളെ രക്ഷിക്കണമേ. യഹോവയെ ഞങ്ങൾക്ക് ശുഭത നൽകണമേ. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിൻ്റെ കൊമ്പോളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവീൻ. നീ എൻ്റെ ദൈവമാവുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എൻ്റെ ദൈവമാവുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. ദൈവമേ, സ്തുതിനൊക്കെ യോഗ്യമാകുന്നു. ബറക്കുമോ.
ദൈവം തമ്പുരാൻ്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടട്ടെ. ദൈവം തമ്പുരാൻ്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടട്ടെ. അഭിവന്യ തിരുമേനി, വന്യ വൈദിക സഹോദരങ്ങളെ, ആധ്യാത്മിക സംഘടനാ പ്രവർത്തകരെ, ദൂരെയും ചാരയുമായി ജീവമന്ന പ്രോഗ്രാമിൽ സജീവമായി പങ്കെടുക്കുന്ന ദൈവജനമേ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ സുവിശേഷ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ജീവമന്ന പ്രോഗ്രാം ഇടതടവില്ലാതെ നടത്തുവാൻ തക്കവണ്ണം കഴിഞ്ഞ് അനുഗ്രഹിക്കുന്ന ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അഭിവന്യ ഇടവേട് ചുമതല വഹിക്കുന്ന തിരുമനസ്സുകൊണ്ട് വളരെ പ്രോത്സാഹനം നൽകുന്നു. എല്ലാ വന്യവൈദികരുടെയും നല്ല പ്രോത്സാഹനം, കേൾക്കുന്ന ദൈവമക്കളിൽ നിന്നുള്ള നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇത് അനുഗ്രഹപ്രദമായി നടത്തപ്പെടുവാൻ തക്കവണ്ണം പ്രേരകമാകുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. എല്ലാവരോടുമുള്ള കടപ്പാട് പ്രത്യേകം ആരംഭത്തിലെ അറിയിക്കുന്നു. തമ്പുരാൻ്റെ തിരുജനനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് നമ്മൾ അടുത്തു വന്നിരിക്കുക. കാത്തു പ്രാർത്ഥിക്കുന്ന ഒരുക്കപ്പെട്ട ദൈവജനത്തിന്, അന്ധകാരത്തിലും മരണനിലും ആയിരുന്ന ദൈവജനത്തിന് അത്ഭുത പ്രകാശം പകർന്നു നൽകുന്ന ക്രിസ്തുവിൻ്റെ തിരുവവതാരത്തിൻ്റെ നാളുകളിലേക്ക് നാം അടുത്തു വരുന്നു. അന്ധകാരത്തെ മാറ്റി ദൈവിക പ്രകാശത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം ദൈവമക്കൾക്ക് സ്വർഗത്തിലെ ദൈവം നൽകുന്ന വരദാനമാണ്. ക്രിസ്തു പ്രകാശമാണെങ്കിൽ ആ പ്രകാശത്താൽ നമ്മളും പ്രകാശിതരായിത്തീരണം. ആ പ്രകാശത്തിൻ്റെ അനുഭവത്തിലേക്കുള്ള പ്രവേശനമാണ് തിരുവവതാരത്തിലൂടെ അനുക്രമമായിട്ടുള്ള ശുശ്രൂഷകളിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അന്ധകാരത്തിൽ മരണനിൽ ദൈവ സംസർഗത്തിൽ അകന്നു നിന്ന ഇസ്രായേൽ മക്കളെക്കുറിച്ച് യഹോവയാം ദൈവത്തിന് അനുതാപം അനേകം പ്രാവശ്യം പരിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കും നമ്മൾ വായിക്കുന്നുണ്ട്. വീണുപോകുന്ന ജനതയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിലാപം, വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ പദ്ധതികൾ, അവസാനം തൻ്റെ സ്വന്തം പുത്രനെ അയച്ച് ദൈവജനത്തെ വീണ്ടെടുക്കുന്ന സ്വർഗീയ അനുഭവത്തിലേക്ക് നമ്മളെയും ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുക. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ യഹോവ ഇസ്രായേൽ മക്കളെ വിളിച്ച് സംബോധന ചെയ്തുകൊണ്ട് ഒരു ഖേദപ്രകടനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയ്ക്ക് ദേശനിവാസികളോടൊരു വ്യവഹാരമുണ്ട്. അതിന് കാരണം പറയുന്നു, അവരുടെ ദേശത്ത് സത്യമില്ല, ഭയമില്ല, ദൈവപരിജ്ഞാനമില്ല. അവർ ആണയിടുന്നു, ഭോഷ്കു പറയുന്നു, കുല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു എന്നിത്യാദി ദൈവകൽപ്പനകളുടെ നിഷേധത്തിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ മക്കളെ യഹോവയാം ദൈവം വിളിച്ചിട്ട് പറയുന്നു, ഇസ്രായേൽ മക്കളെ, എനിക്ക് നിങ്ങളോടൊരു വ്യവഹാരമുണ്ട്, ഒരു തർക്കമുണ്ട്. യഹോവയുടെ കൽപ്പനയാണ്. അതിന് കാരണവും തുടർന്ന് പറയുന്നുണ്ട്, ദേശത്ത് സത്യമില്ല, ദയയില്ല, ദൈവിക പരിജ്ഞാനമില്ല. അവരാണയിടുന്നു, ഭോഷ്ക് പറയുന്നു, ദൈവത്തിനിതരമായ ജീവിതചര്യകളിലൂടെ കടന്നു പോകുന്നു. വളരെ ഖേദത്തോടെ യഹോവയെ ഓർപ്പിക്കുക. ദൈവത്തിൻ്റെ ലക്ഷ്യം എപ്പോഴും ദൈവജനം തന്നെ പോലെ ആയിരിക്കണം. ദൈവം എങ്ങനെയോ അങ്ങനെ മനുഷ്യരുമായിരിക്കണം, ദൈവമയമായിരിക്കണം. അതിൽ നിന്നുള്ള വ്യതിചലനം ദൈവത്തെ വളരെ ഖേദിപ്പിക്കുന്ന. ഇനി ക്രിസ്തുവിൻ്റെ ജനനത്തിലേക്ക്, ക്രിസ്തു നമ്മിൽ ജനിക്കുവാൻ തക്കവണ്ണം കാത്തു പ്രാർത്ഥിക്കുന്ന ദിനങ്ങളിലേക്ക് പ്രവേശിക്കുക. നമ്മളിലെ ദൈവികമല്ലാത്ത അംശങ്ങളെ അറുത്തുകളയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അതിന് പരിഹാരമായിട്ട് ഹോശേയ പ്രവാചകൻ 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പരിഹാരക്രിയ പറയുന്നുണ്ട്. വരുവീൻ നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ നമ്മെ സൗഖ്യമാക്കും, അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും എന്ന് തുടങ്ങി പരിഹാരക്രിയ സ്വർഗത്തിലെ ദൈവം നിർദ്ദേശിക്കുക. ദൈവത്തോടടുത്ത് എന്ന് അവങ്കിൽ നിന്നും കരുണ പ്രാപിച്ച്, കരുതൽ പ്രാപിച്ച്, സൗഖ്യവും സമാധാനവും ഒക്കെ അനുഭവിച്ചു കൊള്ളുവാൻ ദൈവം ആഹ്വാനം ചെയ്യുക. ഒരുപക്ഷെ അന്ധകാരത്തിൻ്റെ മരണനിഴലിൻ്റെ
ഒരനുഭവത്തിലൂടെയാണ് ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്നത്. ഹോശേയ പ്രവാചകനിലൂടെ യഹോവ അറിയിക്കുന്നു, പരിഹാരമുണ്ട്, വരുവിൻ യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു എങ്കിലും അവൻ സൗഖ്യമാക്കും, അവൻ നമ്മെ അടിച്ചിരിക്കുന്നു എങ്കിലും അവൻ മുറിവ് കിട്ടും, 2 ദിവസം കഴിഞ്ഞ് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും എന്ന് തുടങ്ങി വീഴ്ചയിൽ നിന്നും പ്രയാസത്തിലും പ്രതിബന്ധങ്ങളിൽ നിന്നും നമുക്ക് രക്ഷയുടെ വലിയ ദൂത് യഹോവയാം ദൈവം തരുകയാണ്. അതുകൊണ്ട് കൊറോണയുടെ ഈ കാലഘട്ടം മുന്നോട്ട് പോകുന്തോറും മനുഷ്യരിൽ ഭീതി വളരെയധികം വർദ്ധിക്കുന്നു. അന്ധകാരത്തിൻ്റെ മരണനിഴലിലെ ഭയത്തിൽ നിലവിളിക്കുന്നു. പരിഹാരം യഹോവ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പരിഹാരം ഒന്നേ മാത്രമുള്ളൂ, വാക്സിൻ വരട്ടെ, ഉന്നത ചികിത്സകൾ കണ്ടുപിടിക്കട്ടെ, പരിഹാരം ദൈവസന്നിധിയിലേക്കുള്ള അടുത്തുവരുക. അതുകൊണ്ട് ഈ ജീവമന്ന അതുപോലെയുള്ള ധ്യാന യോഗങ്ങളിലൂടെ മനനം ചെയ്യുവാൻ, ദൈവവചനം ഗ്രഹിക്കുവാൻ, അത് നമ്മുടെ അരുതാത്ത അംശങ്ങളെ മുറിച്ച് കളയുവാൻ, വചനം ഇരുവായി തലയുള്ള വാൾ പോലെ പ്രക്രിയ ചെയ്യുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ. അതുകൊണ്ട് ജീവമന്നയിലേക്കുള്ള ഈ അനുഭവങ്ങൾ ദൈവത്തിൻ്റെ സ്ഥലം വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തോടടുത്ത് വരുവാൻ ഉതകട്ടെ എന്ന് ആശംസിച്ച് ആമുഖമായിട്ട് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമനസ്സുകൊണ്ട് ഈ ജീവമന്ന പ്രോഗ്രാമിന് വളരെയധികം നേതൃത്വം നൽകുന്നു, പ്രേരണ നൽകുന്നു, മുടക്കം കൂടാതെ നടക്കുവാനുള്ള എല്ലാ അനുഗ്രഹാശംസകൾ നൽകുന്നു. വന്യപിതാവിനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇതിനൊക്കെ വേറെ പ്രോത്സാഹനം നൽകുന്ന ഭദ്രാസന സെക്രട്ടറി മാത്യു എബ്രഹാം കാരിക്കൽ അച്ഛനെയും പ്രത്യേകമായിട്ട് ദൈവത്തിൽ ഓർത്തുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. നല്ല ഗാനങ്ങൾ ആലപിച്ച് ഈ പ്രോഗ്രാമിനെ ധന്യമാക്കുന്ന ഭദ്രാസനത്ത് ഫിലോ സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ വൈദിക സഹോദരങ്ങളെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അത് ഇന്ന് പ്രധാനമായിട്ടും ദൂത് നൽകി നമ്മെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവം അനുവദിച്ച് കടന്നു വന്നിരിക്കുന്നത് വന്ദനായ തോമസ് തേക്കിൽ കോറോപ്പിസ്കോപ്പ ഉണ്ട്. അദ്ദേഹം ദൈവകൃപ വളരെയധികം ലഭിച്ച് ശുശ്രൂഷയിൽ നിറപടിയായിട്ട് കർത്തവ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച ഒരു വന്യവൈദികനാണ്. അദ്ദേഹം തിരുവനന്തപുരം ഭദ്രാസനത്തിൽ അഭ്യന്തനായ ദിയസ്കോറോസ് തിരുമനസിനോട് ചേർന്ന് ഭദ്രാസന സെക്രട്ടറിയായിട്ട് ഏറെക്കാലം ചുമതല വഹിച്ചിട്ടുണ്ട്. അതിനുശേഷം ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ വന്നതിനും ശേഷം എല്ലാ ആധ്യാത്മിക സംഘടനകൾക്കും നല്ല നേതൃത്വം നൽകി, ഇടവകയ്ക്ക് നല്ല നേതൃത്വം നൽകി ശുശ്രൂഷ പൂർത്തീകരിച്ച് ഏറ്റവും അടുത്ത സമയത്ത് ശുശ്രൂഷയിൽ നിന്നും ഔദ്യോഗികമായിട്ട് വിരമിച്ചുവെങ്കിലും മുഴുവൻ സമയം സഭാ ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുന്ന വന്യ തോമസ് തേക്കിലച്ചൻ ഇളയ സഹോദരങ്ങളായ വൈദികർക്കൊക്കെയും ഒരു മാർഗദർശിയാണ്. വലിയ സ്നേഹമത്സരമായ പെരുമാറ്റം കൊണ്ട് എല്ലാവരെയും ധന്യമാക്കുന്ന ഒരു വന്യവൈദികൻ. എനിക്കും വളരെ കാലം കൊണ്ടുള്ള അടുത്ത അടുപ്പം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ലഭിച്ചതിൽ നന്ദിയോടെ ഓർക്കുന്നു. വന്ദനായ തോമസ് തേക്കിൽ കോറോപ്പിസ്കോപ്പയെ ഇന്നത്തെ ധന്യമായ ശുശ്രൂഷയ്ക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി ഈ കാര്യങ്ങൾക്കൊക്കെയും ബദ്ധശ്രദ്ധനായി നേതൃത്വം നൽകുന്ന ഡോക്ടർ ജിബി ജോർജ് ഔദ്യോഗിക രംഗത്തുനിന്ന് വിശ്രമിച്ച് ഇപ്പോൾ സഭാ ശുശ്രൂഷയിൽ പല മേഖലകളിലും താല്പര്യം കാണിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സാറിൻ്റെ നല്ല നേതൃത്വത്തെ ഓർത്തുകൊണ്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ ബിൻസി റജി മുതൽ ഭദ്രാസനത്തെ ആധ്യാത്മിക സംഘടനയുടെ വിവിധ ചുമതലകൾ വഹിക്കുന്ന എല്ലാ സ്നേഹിതരെയും തമ്പുരാൻ്റെ നാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ ജീവമന്ന പ്രോഗ്രാം ലൈവായി ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് കാണുവാൻ ശ്രമിക്കുവാൻ തക്കവണ്ണം ഇതിനെ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ബെതേൽ ക്രിയേഷൻ്റെ പ്രവർത്തകരായിരിക്കുന്ന റെനി തോമസ് അച്ഛൻ, പോൾസൺ ഷമ്മാശൻ തുടങ്ങി ഈ സഹോദരങ്ങളെ എല്ലാവരെയും അവരുടെ കഠിനാധ്വാനമാണ്. ബെതേൽ ക്രിയേഷൻ്റെ പ്രവർത്തകരായിരിക്കുന്ന എല്ലാ ഷമ്മാശനെയും വൈദികരെയും സഹോദരങ്ങളെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കേൾവിയുടെ കൃപ പ്രാപിപ്പാൻ വളരെ താല്പര്യപൂർവ്വം ദൂരെയും ചാരമായി ശ്രദ്ധിച്ച് ദൈവപ്രാർത്ഥനയോടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഈ ശുശ്രൂഷ ധന്യമാകുവാൻ പ്രാർത്ഥിക്കണമേ എന്നോട് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ.
ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മലങ്കര സഭയുടെ അഭിമാന ഭദ്രാസനങ്ങളിലൊന്നായ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പോലീത്ത ആദരണീയനായ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനി, ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന ആദരണീയനായ തോമസ് കൊക്കാപ്പറമ്പിലച്ചൻ, ഏറ്റവും പ്രിയപ്പെട്ട ഭദ്രാസന സെക്രട്ടറി മാത്യു എബ്രഹാം കാരക്കലച്ചൻ, നമ്മുടെ ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ജിബി ജോർജ്, ബെതേൽ ക്രിയേഷൻസിൻ്റെ ചുമതല വഹിക്കുന്ന റെനിയച്ചൻ, പ്രിയപ്പെട്ട പോൾസൺ ഷമാശൻ, മറ്റ് പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഈ വചനം ദൂരെയും ചാരിയുമായിരുന്നു കേൾക്കുന്ന കർത്താവിൽ ദൈവത്തിൻ്റെ ജനമേ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇവിടെ നാം വായിച്ചു കേട്ട സങ്കീർത്തനം 118 സങ്കീർത്തനമായിരുന്നല്ലോ. ഇന്നത്തെ ചിന്താവിഷയത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് 29 വാക്യങ്ങളുള്ള 118 സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യം. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പരിശുദ്ധാലയത്തിലെ അടിയങ്ങളെ കൂടി വന്നിരിക്കുന്നു. കോവിഡിൻ്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ ദൈവവചനം അനേകരിലേക്ക് എത്തിക്കുവാനുള്ള ഭദ്രാസനത്തിൻ്റെ സുവിശേഷ സംഘത്തിൻ്റെ താല്പര്യപ്രകാരം ജീവമന്ന എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നെല്ലാവരെയും, നേതൃത്വം കൊടുക്കുന്നവരെയും, ഇത് കേൾക്കുന്നവരെയും അവിടുന്ന് സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേക്ക് ഒരു വർഷം മുമ്പ് 2019 നവംബർ മാസം 17-ാം തീയതി ചൈനയിലെ വുഹാനിൽ രൂപം കണ്ട കൊറോണ വൈറസ് COVID-19 ലോകം മുഴുവനും വ്യാപിച്ചതിൻ്റെ ഒരു വർഷം തികയുന്ന ദിവസം കൂടിയാണല്ലോ ഇന്ന്. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ലോകം മുഴുവനും ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ടു. നമ്മുടെ സഭയിലെ വൈദികരും വിശ്വാസ സമൂഹത്തിലെ പ്രിയപ്പെട്ടവരുമൊക്കെയും ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ മാരകമായ രോഗത്തിൽ പിടിപെട്ട് ആശുപത്രികളിലും ഭവനങ്ങളിലും ആയിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. ഈ രോഗം നമ്മിലേക്ക് കടന്നു വരാതെ ദൈവത്തിൻ്റെ വലിയ ഒരു വലയം നമുക്ക് ചുറ്റും വേലി കെട്ടി നമ്മെ രക്ഷിക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കാം. യോബിൻ്റെ ചുറ്റും സാത്താൻ്റെ ആക്രമണങ്ങൾ കടന്നു വരാതിരിപ്പാൻ തക്കവണ്ണം വേലി കെട്ടി സംരക്ഷിച്ചതുപോലെ ദൈവമേ, ഞങ്ങളെ വേലി കെട്ടി അവിടുന്ന് സംരക്ഷിക്കണമേ. ലോകം മുഴുവനുമുള്ളവർക്ക് ശാന്തി സമാധാനവും കൊടുക്കണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇടപെടാതെ സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. പ്രിയപ്പെട്ട അച്ഛൻ, മറ്റ് സഹോദരങ്ങളെ, ഇവിടെ ആമുഖ പ്രസംഗത്തിൽ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന തോമസ് കൊക്കാപ്പറമ്പിലച്ചൻ ഓർമ്മപ്പെടുത്തി, ഒരു ക്രിസ്മസിലേക്കൂടെ നമ്മൾ കടക്കുകയാണ്. പരിശുദ്ധ സഭ പുതിയ ആരാധനാ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. കൂദോശിത്തോ പെരുന്നാൾ സഭയുടെ ശുദ്ധീകരണത്തിൻ്റെ ദിനമാണ്. അത് കഴിഞ്ഞ് ഹൂദോസീത്തോയിലൊക്കെ കടന്നു. ഹൂദോസീത്തോ സഭയുടെ സമർപ്പണത്തിൻ്റെ ദിനമാണ്.
ദൈവത്തിൻ്റെ സഭയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണം അതാത് കാലങ്ങളിൽ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണം പിതാക്കന്മാരെ ദൈവം തിരഞ്ഞെടുത്തു. നമുക്ക് ഈ സഭയുടെ പ്രത്യേക വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ചിന്താവിഷയം യഹോവയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. 118 സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് റെഫ്യൂജ് ഇൻ ദ ലോർഡ് ദാൻ ടു ട്രസ്റ്റ് ഇൻ മാൻ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. യഹോവ എന്ന പദം വിശുദ്ധ വേദപുസ്തകത്തിൽ 6828 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ ധാരാളം നാം വായിക്കുമ്പോൾ നമുക്ക് യഹോവ എന്നുള്ള വാക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. യഹൂദന്മാരുടെ ഇടയിൽ ദൈവത്തെ പേര് പറയുവാൻ തക്കവണ്ണം അവർ ഭയപ്പെട്ടിരുന്നു. ദൈവനാമം അതിവിശുദ്ധമാണ്. അത് എപ്പോഴും എടുത്ത് ഉപയോഗിക്കുവാൻ പോലും ധൈര്യപ്പെടാത്തൊരു സമൂഹത്തിൽ അവർ യാഹ്വേ ദൈവത്തെ എന്ന് വിളിച്ചു. നമുക്കറിയാം ഈ വാക്യം 118:8 പറയുന്നത് ഇറ്റ്സ് ദ മിഡിൽ വേർഡ് ഓഫ് ദ ബൈബിൾ എന്നാണ്. വേദപുസ്തകത്തിലെ മധ്യവാക്യം എന്ന് പറയുന്നുണ്ട്. യഹോവ എന്നുള്ള നാമത്തെ മാത്രം എടുത്തുകൊണ്ട് ആധുനിക സമൂഹത്തിൽ യഹോവ സാക്ഷികളെന്ന് പറയുന്നൊരു സമൂഹം തന്നെ ഉടലെടുത്തിട്ടുണ്ട്. അതിന് വളരെ പ്രചാരം നൽകുവാൻ തക്കവണ്ണം അതിൻ്റെ പ്രവർത്തകരെ പല രാജ്യങ്ങളിലേക്കും അയച്ച് അതിനെ സ്പോൺസർ ചെയ്യുന്ന അനേക വ്യക്തികളും സംഘടനകളും ഉടലെടുത്തിട്ടുണ്ട്. അവർ യഹോവയെക്കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ പറയുവാൻ മടിക്കുകയും യേശുക്രിസ്തു ദൈവമാണെന്ന് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു ദൈവം തന്നെ, യഹോവയുടെ അതേ നാമം തന്നെ യേശുക്രിസ്തുവിനും പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും കാണുവാനായിട്ട് സാധിക്കും. കർത്താവിനെക്കുറിച്ച് പറയുന്നത് ഗ്രീക്ക് വാക്കിലെ കുറിയോസ് എന്ന് പറയും. കുറിയോസ് എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവത്തെ തന്നെ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തു സൃഷ്ടി അല്ല, സൃഷ്ടിതാവായ ദൈവം തന്നെയാകുന്നു. യെശയ്യാപ്രവചനം 45:8 കാണും, യഹോവ എന്ന് പറയുന്ന സൃഷ്ടിതാവായ ദൈവത്തോടൊപ്പം പുത്രൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വേദപുസ്തകം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയെ വികസിപ്പിക്കുവാനായിട്ടല്ല. സാധാരണ പറയാറുണ്ട്, ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് നോട്ട് ഫോർ ഇൻഫർമേഷൻ ബട്ട് ഫോർ ട്രാൻസ്ഫർമേഷൻ. എന്താണ് ദൈവവചനം നമുക്ക് തരുന്ന വലിയൊരു ആഹ്വാനം? ദൈവവചനം നാം അറിയുക മാത്രമല്ല, ദൈവത്തെ അറിയുവാനായിട്ട് അത് നമ്മെ സഹായിക്കുകയും ചെയ്യും. നമുക്കറിയാം, സാധാരണ പറയാറുണ്ട്, ദൈവത്തെക്കുറിച്ച് അറിയുവാൻ ധാരാളം പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാകും. പല മാധ്യമങ്ങളിൽ കൂടെ നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയുവാനായിട്ട് സാധിക്കും. എന്നാൽ ടു നോ ഗോഡ്, ദാറ്റ് ഈസ് ബെറ്റർ ദാൻ ദി അതർ. ദൈവത്തെ അറിയുക എന്ന് പറയുന്നതാണ് ദൈവത്തെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്. ദൈവത്തെക്കുറിച്ച് അറിയുവാൻ നമുക്ക് സാധിക്കുന്ന ദൈവത്തെ അറിയുവാനായിട്ട് നമ്മെ സഹായിക്കും. അതുകൊണ്ട് ബൈബിൾ എന്ന് പറയുന്നത് നമുക്ക് ആസ് എ ഹോൾ നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ നൗ ബുക്ക്. അതായത് ദൈവവചനമെന്ന് പറയുന്നത് ഇന്നത്തെ പുസ്തകമാണ്, കഴിഞ്ഞുപോയ കാലത്തെ പുസ്തകമാണ്, വരുവാനുള്ള കാലത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന പുസ്തകമാണ്. അതുകൊണ്ടാണ് ദൈവവചനം എന്ന് പറയുന്നത് ഇന്നത്തെ പുസ്തകമായി തീർന്നത്. സങ്കീർത്തനത്തെക്കുറിച്ച് ആണ് നാം ചിന്തിച്ചത്. ഏറ്റവും കൂടുതൽ പൗരസ്ത്യ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് സങ്കീർത്തനങ്ങൾ. യഹൂദ പാരമ്പര്യത്തിൽ
അവർക്ക് ഏറ്റവും കൂടുതൽ ആരാധനയിൽ ഉപയോഗിക്കുന്നത് പഴയ നിയമ ഭാഗത്തിൽ സങ്കീർത്തനങ്ങളാണ് കൂടുതലായും അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സങ്കീർത്തനങ്ങളെക്കുറിച്ച് പറയുന്നത് നമ്മൾ സുറിയാനിയിൽ പറയും മസ്മൂർ എന്ന് പറയും, ഗ്രീക്ക് വാക്കിൽ മിസ്മോർ എന്ന് പറയും. അതിൻ്റെ അർത്ഥം ഗീതം, കീർത്തനങ്ങൾ എന്നുള്ളതാണ്. ഈ 118-ാം സങ്കീർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് വേദശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത് മശിയാ സങ്കീർത്തനമാണ്. ഈ ഭാഗത്ത് ആദ്യം കാണുന്നത് സങ്കീർത്തനക്കാരൻ്റെ സാക്ഷ്യമാണ്. വ്യക്തിപരമായി ഈ ഒരു സങ്കീർത്തനത്തിന് സാധാരണ സങ്കീർത്തനങ്ങളെ പോലെ തലക്കെട്ടില്ല എങ്കിലും ഇത് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളുടെ ഗണത്തിൽ എണ്ണപ്പെടുന്നു. 12 എണ്ണം മശിയാ സങ്കീർത്തനങ്ങൾ എന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് സങ്കീർത്തനങ്ങൾ നമുക്ക് തരുന്ന വാക്കുകൾ? ആശ്വാസ വാക്കുകളാണ്. ഇവിടെ തന്നെ പറയുകയാണ്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. ഞെരുക്കത്തിൽ ഹൃദയത്തിൽ നിന്നുടലെടുക്കുന്ന ഒരു ദൈവികമായ ശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന വാക്കുകളാണ് സങ്കീർത്തനങ്ങൾ പലപ്പോഴും. അതുകൊണ്ട് ഇവിടെ ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു ആശ്വാസവാക്കാണ്. 23-ാം സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുന്നില്ല, ബിക്കോസ് യു ആർ മീ, നീ എന്നോടുകൂടെ ഉള്ള ഒരു ദൈവമാകുന്നു. റോമാലേഖനം 8:31 പറയുന്നുണ്ട്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരാണ്? നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട്, നൊമ്പരങ്ങളുണ്ട്. എന്നാൽ നമ്മെ ധൈര്യപ്പെടുത്തുന്നൊരു ശക്തി, അതാണ് ദൈവികമായ ശക്തി. ശൗല് ദാവീദിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു, പക്ഷേ ദാവീദ് ശൗലിനെ അതിജീവിച്ചു. ശൗലിൻ്റെ ശക്തി ദാവീദിൻ്റെ ശക്തിയേക്കാൾ വലുതായി തീർന്ന ദൈവകൃപയുടെ അംശം ഉള്ളതുകൊണ്ടാണ്. പരീശന്മാരും ശാസ്ത്രിമാരും യേശുക്രിസ്തുവിനെ കൊല്ലുവാനായിട്ട് യോജിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കൊല്ലാൻ സാധിച്ചെങ്കിലും ആ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് നമുക്ക് ആശ്വാസം തരുന്നു. അതുകൊണ്ടാണ് നാം പാടുന്നുണ്ട്, യേശുക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, അവൻ പരലോകത്തിൽ ജീവിക്കുന്നു, എനിക്കായി ജീവിക്കുന്നു. ദൈവം അയക്കുന്ന കാക്ക അപ്പവും ഇറച്ചിയും കൊണ്ടുവരും. നമുക്കറിയാം, പഴയ നിയമത്തിൽ എലിയ പ്രവാചകന് ലഭിച്ചതായ അനുഗ്രഹം. എന്നാൽ ദൈവം അയച്ച കൃപകളേക്കാൾ കൂടുതലായി കാക്കയെ നോക്കരുത്. അനുഗ്രഹം തന്നവനേക്കാൾ കൂടുതലായി അനുഗ്രഹത്തിൽ ആശ്രയിക്കരുത്. നമുക്കറിയാം, ഇന്ന് പലപ്പോഴും പ്രോസ്പെരിറ്റി തിയോളജിയിൽ വിശ്വസിച്ചുകൊണ്ട് സർവ്വതും നൽകുന്ന ഒരു ദൈവത്തെ ആരാധിപ്പാനായി പരക്കം പായുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ 118-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, എത്ര പ്രഭുവായിരുന്നാലും അവനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. മനുഷ്യൻ്റെ പരിമിതികളെക്കുറിച്ച് നമുക്കറിയാം. മനുഷ്യനെന്ന് പറയുവാൻ, മനനം ചെയ്യുവാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. ദൈവം തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. അപ്പോൾ ഈ സൃഷ്ടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ
ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഇതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം അവിടെ മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. പക്ഷേ 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ വരുമ്പോഴാണ് ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവന് തക്ക തുണയായ ഒരു സ്ത്രീയെ സൃഷ്ടിക്കുന്ന അനുഭവം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിമിതിയിൽ ആണ് മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിലും ദൈവരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഇവിടെ 118-9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. രണ്ടാമത് പറയാണ്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പലപ്പോഴും നമുക്കറിയാം, പ്രഭുക്കന്മാരെ ആശ്രയിച്ചുകൊണ്ട് അവരുടേതായ പല കാര്യങ്ങളും പിൻപറ്റുവാനായി ആളുകൾ ശ്രമിച്ച് പലപ്പോഴും പലതരത്തിലുള്ളതായ മനുഷ്യ ദൈവങ്ങളെ ആശ്രയിച്ച് കടന്നു പോകുന്നൊരു സമൂഹത്തിലേക്കാണ് നാം കടന്നു വരുന്നത്. ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന വലിയൊരു പ്രത്യാശ എന്ന് പറയുന്നത് വലിയൊരു പ്രോമിസാണ്. അവിടെ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണം കൊണ്ട് മാത്രമല്ല, അതിനപ്പുറവും നമുക്കൊരു വലിയ വാഗ്ദാനം ദൈവം നൽകുകയാണ്. എന്നിൽ ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്നതിനാൽ ഒരു നാളും മരിക്കയില്ല. മരണത്തിനപ്പുറവും ഈ മനുഷ്യനെ കരുതുന്നവനായ ഒരു ദൈവം. മനുഷ്യനാണെങ്കിലും പ്രഭുക്കന്മാരാണെങ്കിലും അവർ ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും സ്തുതിപാഠകരുടെ ഒരു വൃന്ദത്തെ കൂട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. ഒരുപക്ഷെ സ്വാധീനമുള്ള വ്യക്തികളെ, ഉയർന്ന സ്ഥാനികളെ പലപ്പോഴും നല്ല വാക്കുകളുണ്ട് സ്വാധീനിച്ച് സ്വന്തം കാര്യം സാധിക്കുവാനായി ശ്രമിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഈ വാക്യത്തിൽ നിന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് 4 കാര്യങ്ങൾ നമ്മൾ ആശ്രയിക്കരുത്. 4 കാര്യങ്ങൾ നാം ആശ്രയിക്കാതിരിക്കുമ്പോൾ 5 കാര്യങ്ങളിൽ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുകയാണ്. 1, സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കരുത്. അവിടെ പറയുകയാണ്, സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ. നമുക്ക് സദൃശ്യവാക്യം ആയതിൻ്റെ 28-26 പറയുന്നുണ്ട്, സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢനാകുന്നു. എന്താണ്? പലപ്പോഴും നമ്മുടെ പല തീരുമാനങ്ങളും ചിന്തകളും സ്വന്തം ഹൃദയത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ആ സ്വന്തം ഹൃദയത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയ ആ മനുഷ്യൻ്റെ പരിമിതികളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ബോധ്യമില്ലാത്തവരായിത്തീരും. എന്നാൽ പറയുകയാണ്, ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും. എന്താണ്? ജ്ഞാനത്തോടുകൂടെ നടക്കണം. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവനെക്കുറിച്ച് പറയുന്നത് അവൻ മൂഢനാണ്. മൂഢൻ ആരാണെന്ന് 14-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. ആരാണ് മൂഢൻ? മൂഢസ്വർഗത്തിൽ കഴിയുന്ന അനേക ആളുകളുണ്ട്. ദൈവം ഇല്ല എന്ന് പറയുന്നവൻ മൂഢനാണ്. അത് തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. എന്നാൽ ഇവിടെ പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഈ ലോക ജീവിതത്തിൽ കടന്നുപോയ ചില കാലഘട്ടങ്ങളിൽ മൂഢസ്വർഗത്തിൽ കഴിഞ്ഞ ചില വ്യക്തികളെ പലപ്പോഴും പറയുന്നത് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും നാളും ദൈവത്തെ അറിയുന്നതിന് മുൻപ് വരെയും മൂഢസ്വർഗത്തിലായിരുന്നു. പല നിരീശ്വരന്മാരും പല ജീവിതത്തിലെ പ്രയാസങ്ങൾ വന്നു കഴിയുമ്പോൾ അവർ മടങ്ങി വന്നു. ഞാൻ ഓർക്കുന്നു, വൈക്കം ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്ന വലിയൊരു എഴുത്തുകാരൻ, അദ്ദേഹം കൊല്ലത്ത് താമസിക്കുന്ന സമയത്ത് വ്യക്തിപരമായി ബന്ധപ്പെടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ബാലചന്ദ്ര മുഖാന്തരം പല പ്രസ്ഥാനങ്ങളിൽ കൂടി അദ്ദേഹത്തിന് പെട്ടെന്ന് ചില രോഗം വന്ന് ക്ഷീണിതനായ അവസരത്തിൽ ആശുപത്രിയിൽ അദ്ദേഹത്തെ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു,
അച്ഛാ, ഞാൻ ഈ 65 വർഷക്കാലം മൂഢസ്വർഗത്തിലായിരുന്നു ജീവിച്ചത്. ഞാൻ നിരീശ്വരനായി ദൈവമില്ല എന്ന് വിശ്വസിച്ചു. പക്ഷേ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു, മനസ്സിലാക്കുന്നു, ദൈവം ഉണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് എത്ര ബുദ്ധിമാനായിരുന്നാലും മൂഢസ്വർഗത്തിലായിരുന്നാൽ അവന് സന്തോഷം കിട്ടുകയില്ല, സമാധാനം കിട്ടുകയില്ല, ആശ്വാസം കിട്ടുകയില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:28 പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആശ്വാസം നൽകുവാൻ കഴിവുള്ളവൻ ഏകനാണ്. അവനാണ് നമുക്കായി ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്ത്, നമുക്കായി ജീവിച്ച്, നമുക്കായി മരിച്ച്, നമുക്കായി ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്കായി പക്ഷപാതം ചെയ്യുന്ന സ്വർഗീയനായ ദൈവപുത്രൻ യേശു ക്രിസ്തു അത്രേ. അതുകൊണ്ട് ഏതെല്ലാം വിധത്തിൽ നമ്മൾ കടന്നുപോയാലും സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢനാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമത് പറയുകയാണ് ജ്ഞാനത്തോടുകൂടെ. എന്താണ് ജ്ഞാനം? ശലോമോൻ പറയുന്നുണ്ട്, യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഇറ്റ്സ് എ ബിഗിനിങ്, ഒരാരംഭം മാത്രമേ യഹോവാഭക്തി എന്ന് പറയും. അപ്പോൾ യഹോവാഭക്തിയിൽ നടക്കുന്നവൻ ജ്ഞാനത്തിൽ വളർന്നു, ജ്ഞാനത്തിൽ ജീവിച്ച്, ജ്ഞാനത്തിൽ മരിക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ സ്വർഗീയ അവകാശികളായിട്ടാക്കി തീർക്കുന്നത്. അതുകൊണ്ട് 53-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഇതേ വാക്യം തന്നെ പറയുന്നുണ്ട്, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ലോകം മുഴുവനും ഇന്ന് തിരിഞ്ഞു നോക്കുവാൻ തക്കവണ്ണം, മനുഷ്യൻ്റെ പരിമിതികളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുവാൻ തക്കവണ്ണമാണ് ഈ കൊറോണ വൈറസ് കടന്നു വന്നതെന്ന് പലരും പറയാറുണ്ട്. നമ്മെ ഒരു വീണ്ടും വിചാരത്തിലേക്ക്, ദൈവീയമായ ചിന്തയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഈ മാരകമായ രോഗം നമ്മെ സഹായിക്കുന്നു. അവസാന നിമിഷത്തിലെങ്കിലും മനുഷ്യൻ്റെ പരിമിതികളെക്കുറിച്ച് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നു. ഇന്നും ഇതിന് വേണ്ട യഥാർത്ഥമായ മരുന്ന് കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്തിയത് പ്രയോഗിക്കുവാൻ സാധിക്കാത്തൊരു ലോകരാഷ്ട്രങ്ങളുടെ നടുവിലാണ് ഭാരതവുമായിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ പരിമിതികളെക്കുറിച്ച് നമ്മൾ ഓർക്കണം. ഒന്ന്, ജ്ഞാനത്തോടുകൂടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും. ഇന്നിപ്പോൾ നമുക്കറിയാം, ആഡംബര ജീവിതത്തിനായിട്ട് മോഷണം, ലഹരി മരുന്ന്, അതിൻ്റെ കച്ചവടം, കൊട്ടേഷൻ സംഘം, അതുപോലെ കുഴൽപ്പണ മാഫിയ, ഏതെല്ലാം തരത്തിലുള്ളതായ പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ, ആത്യന്തികമായി നമുക്കറിയാം അവർക്കാർക്കും ഇന്ന് സമാധാനമില്ലാത്തൊരു സാഹചര്യമാണ്. ഇന്ന് പലരും ജയിലായിരിക്കുകയാണ്, ഇനിയും പലരും ജയിലിലേക്ക് പോകേണ്ടതായിട്ട് വരികയാണ്. എന്താണ്? മനുഷ്യൻ്റെ അമിത ആവേശവും ഈ ദൈവികമായ ചിന്തയില്ലാത്തതായ പ്രവർത്തനവും കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഈ ലോക ജീവിതമെന്ന് പറയുന്നത് പരിമിതിയുള്ളതാണ്. മനുഷ്യൻ്റെ പരിമിതികളെക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവർ. അതാണ് ദൈവികമായ ജ്ഞാനം നമുക്ക് നൽകുന്ന വിവേകമെന്ന് പറയുന്നത്. അതാണ് ദൈവം മനുഷ്യനെ വിവേകമുള്ളവനായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം സൃഷ്ടിച്ചത്. മൃഗത്തിൽ നിന്ന് വ്യത്യസ്തത എന്ന് പറയുന്നത് വിവേകമാണ്, തിരിച്ചറിവാണ്. അറിവെല്ലാവർക്കും ലഭിക്കും, പക്ഷെ തിരിച്ചറിവ് ഉള്ളവനാണ് മനുഷ്യനെന്ന് പറയുന്നത്. തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാനുഷികമാണ്, തെറ്റ് തിരുത്തുക എന്ന് പറയുന്നത് ദൈവികമാണ്, തെറ്റിൽ രമിക്കുക എന്ന് പറയുന്നത് പൈശാചികമാണ്. ഈ തെറ്റ് തിരുത്തുവാനുള്ളൊരു നിയോഗമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന പ്രേരക ശക്തി. അതുകൊണ്ട് കലഹത്തോടുള്ള ശ്രേഷ്ഠ ഭോജനത്തേക്കാൾ നല്ലത് സമാധാനത്തോടു കൂടിയതായ ഒരു കഷണം ഉണങ്ങിയ അപ്പമാണ്. സദൃശവാക്യത്തിൻ്റെ 17:1 പറയുന്നുണ്ട്. എന്താണ്? കലഹത്തോടു കൂടിയ ശ്രേഷ്ഠ ഭോജനത്തെ ഓർത്താണ് പലരും പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. കൂടുതൽ സമ്പത്ത് സമാഹരിക്കുവാൻ, സ്ഥാനമാനങ്ങൾ ലഭിക്കുവാൻ, ഏത് തരത്തിലുള്ളതായ കുത്സിത പ്രവർത്തനങ്ങൾ ചെയ്തു. പക്ഷേ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, സമാധാനമില്ല. പാട്ടുകാരൻ പാടുന്നുണ്ട്, സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു, അവൻ എൻ്റെ ഉള്ളിൽ വന്നു. സമാധാനം നമുക്ക് നൽകുന്നത് കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരാത്ത സമാധാനമാണ്. ഒന്ന്, ഞാൻ ഓർമ്മപ്പെടുന്നു, ദൈവത്തിൽ, യഹോവയിൽ നമ്മൾ ആശ്രയിക്കണം. സ്വന്തം ഹൃദയത്തിൽ നമ്മൾ ആശ്രയിക്കരുത്, അത് മൂഢനാണ്. രണ്ട്,
വ്യാജ വാക്കുകളിൽ നമ്മൾ ആശ്രയിക്കരുത്. യെരമ്യാപ്രവചനം 7:3-4 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അവിടെ വ്യാജ വാക്കുകൾ, ഇന്നത്തെ നമുക്ക് പല പ്രസ്ഥാനങ്ങളെക്കുറിച്ച് അറിയാം, ആത്മീയ തലത്തിൽ പോലും വ്യാജ വാക്കുകൾ കൊണ്ട് അത്ഭുതങ്ങൾ നടക്കുന്നു, രോഗങ്ങൾ മാറുന്നു, മുടന്തർ നടക്കുന്നു, ചെകിടർ കേൾക്കുന്നു. ആത്മീയമായ തട്ടിപ്പുകളും ആൾ ദൈവങ്ങളും ഇന്ന് വർദ്ധിച്ചു വരുന്നു. ഈ കൊറോണയുടെ കാലത്തും മാധ്യമങ്ങളിൽ കൂടെ അവർ വിലസുകയാണ്. പക്ഷേ ഈ മാരകമായ രോഗത്തെ പൂർണ്ണമായി മാറ്റുവാൻ ആർക്കും ഇതുവരെയും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് വ്യാജ വാക്കുകളിൽ ആശ്രയിക്കും. നമുക്കറിയാം, ഇന്ന് പലതരത്തിലുള്ളതായ വാക്കുകൾ ഓരോ മാധ്യമങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലതരത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും, തകർന്നു പോകുന്നതായ ഫിനാൻഷ്യസ് പ്രസ്ഥാനങ്ങൾ, ഇട്ടവർ വ്യാകുലപ്പെടുകയാണ്, അത് സ്വീകരിച്ചവർ ജയിലിലായിരിക്കുകയാണ്. അതുകൊണ്ട് വ്യാജ വാക്കുകളിൽ നമ്മൾ ആശ്രയിക്കരുത്. പലതരത്തിലുള്ളതായ ഫോൾസ് മെസ്സേജസ് ഇന്ന് നമുക്ക് മീഡിയകളിൽ കൂടെ കാണുവാനായിട്ട് സാധിക്കും. ഈ അടുത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറയുണ്ടായി, അച്ഛാ, എനിക്ക് ഒരു പ്രപ്പോസൽ ഇങ്ങനെ മൊബൈലിൽ കൂടെ വന്നു, വാട്സാപ്പിൽ കൂടെ വന്നു. ഞാൻ ആളിനെ കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, അച്ഛനൊന്ന് എൻ്റെ കൂടെ വരണം. ഞാൻ പറഞ്ഞു, നിൻ്റെ മാതാപിതാക്കളോട് ആദ്യം പറയുക, ഈ പെൺകുട്ടി എവിടെയുള്ളതാണ്, എന്താണ് യോഗ്യത, നീയും അതുമായിട്ടുള്ള. ഞാനിങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനില്ലാതെ അവൾ ജീവിക്കുകയില്ല, അവളില്ലാതെ ഞാനും ജീവിക്കുകയില്ല. പരിഹാരം നമുക്കറിയാം, ഇന്ന് ധാരാളം ആത്മഹത്യകളും അപകടമരണങ്ങളും ഒക്കെയും ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇതുപോലെയുള്ളതായ വ്യാജ വാക്കുകളാണ്, മെസ്സേജസ്. അത് പലതരത്തിൽ പല കാര്യങ്ങൾ പലരെക്കുറിച്ചും പറയും. അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, പത്രമാധ്യമങ്ങളിൽ ഒക്കെ നമ്മൾ കാണുന്നു അഡ്വർടൈസ്മെൻറ്റ്, ഒരുപാട് പരസ്യകാര്യങ്ങൾ. അത് ശാരീരികമായ ബലഹീനതയ്ക്കും പലതരത്തിലുള്ളതായ ഔഷധങ്ങളായും ജ്ഞാനം കിട്ടുവാനും പലതരത്തിലുള്ളതായ പരസ്യങ്ങളിൽ മനുഷ്യൻ വീണു പോകുന്നു. ഉദാഹരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് രണ്ടാമതായിട്ട് പറയുകയാണ്, വ്യാജ വാക്കുകളിൽ നമ്മൾ ആശ്രയിക്കരുത്. പിന്നെ ആരിൽ ആശ്രയിക്കണം? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് റെഫ്യൂജ് ഇൻ ദ ലോർഡ് ദാൻ ടു ട്രസ്റ്റ് ഇൻ പ്രിൻസസ്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. മൂന്നാമതായിട്ട് പറയട്ടെ, കൂട്ടുകാരിൽ ആശ്രയിക്കരുത്. മീഖാപ്രവചനം 7:5-9 വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും, കൂട്ടുകാരനെ വിശ്വസിക്കരുത്, സ്നേഹിതനിൽ ആശ്രയിക്കരുത്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ്. ആവശ്യത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. പലപ്പോഴും ഇന്ന് കൂട്ടുകാരൻ അവൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി കൂട്ടുകാരനെ ചതിക്കുകയും ചതിക്കുഴിയിലെത്തിക്കുകയും അവനെ നശിപ്പിക്കുകയും ചെയ്ത് സ്വന്തം കാര്യത്തിന് വേണ്ടി നേട്ടങ്ങൾ നേടുകയും ചെയ്യുന്നു. അവിടെ 7-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുന്നുണ്ട്, 34 പറയുന്നുണ്ട്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോവുകയില്ല. നമ്മുടെ മുഖം ലജ്ജിക്കാതിരിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കണം. അവൻ്റെ മുഖത്തേക്ക് നോക്കിയവരാരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. മുടിയൻ പുത്രൻ്റെ ഉപമയിൽ പറയുന്നുണ്ട്, സ്വർഗീയ പിതാവിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ കാണുന്നത്. അവൻ സകലതും നഷ്ടപ്പെടുത്തിയെങ്കിലും പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നിയെന്ന്. അപ്പൻ അവനെ ആലിംഗനം ചെയ്യുമ്പോൾ അവൻ്റെ സകല തെറ്റുകളെ ക്ഷമിക്കുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ആ സ്വർഗീയ പിതാവ് നമുക്ക് രക്ഷകനായിട്ടുണ്ട്. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. അവൻ്റെ അടുക്കിലേക്ക് വരുന്നവരാരും ലജ്ജിച്ചു പോകുകയില്ല. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. നമുക്കറിയാം, ഇന്ന് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു ആഗോള പ്രതിഭാസമാണ്. ലോകത്തിലുള്ള സകല പ്രസ്ഥാനങ്ങളും സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ പല കുഞ്ഞുങ്ങളും ജോലിയില്ലാതെ നാട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പകുതി ശമ്പളം കൊടുത്തു, വീണ്ടും ശമ്പളമില്ലാതെ വർക്ക് ചെയ്തു, സ്വന്തം നാട്ടിലേക്ക് ഒരു മാർഗവും കണ്ടെത്താതെ മടങ്ങി വരുന്നൊരു കാലഘട്ടം. എന്നാൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ നോക്കുക, അവൻ നമ്മളെ ഒരു നാളും കൈവിടുകയില്ല. നമ്മെ കൈവിടാത്തൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതാണ് ഗോഡ് ഈസ് ഇമ്മാനുവേൽ. ആ ദൈവമാണ് നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം. അവനെൻ്റെ കൂടെയുണ്ട്. നമുക്ക് വീണ്ടും പറയുന്നുണ്ട്, നാലാമതായിട്ട് പറയുന്നു, മക്കളെ സമ്പത്തിൽ ആശ്രയിക്കരുത്. സമ്പത്തിൽ ആശ്രയിക്കുക. ദൈവവചനം നമുക്ക് തരുന്നു. പ്രത്യേകമായി മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 24 മുതൽ 27 വരെ പറയുന്നുണ്ട്, സമ്പത്തെന്ന് പറയുന്നത് മാമോനാണ്. സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ കടക്കുന്ന അത്ര പ്രയാസമാണ്. നിക്കോദിമോസ് യേശു തമ്പുരാൻ്റെ അടുക്കൽ വന്ന യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ്റെ സ്വർഗരാജ്യത്തിലുള്ളതായ ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിലും അവൻ നിരാശനായി യേശുവിൻ്റെ സന്നിധിയിൽ മടങ്ങിപ്പോയതായി നാം വായിക്കുന്നു. അവൻ ഒരുപാട് സമ്പത്തുള്ളവനായതുകൊണ്ട് അവന് അതിനെ വിട്ടേച്ചു പോകുവാൻ സാധ്യമല്ലാതെ വന്നപ്പോൾ അവൻ നിരാശനായി പോവുകയാണ്. അവിടെ പറയും, സമ്പത്ത് കൂടുതലുള്ളവൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിന് ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതിന് തുല്യമാണെന്ന് പറയുന്നു. അതുകൊണ്ട് സമ്പത്ത് നമുക്ക് ആവശ്യമാണ്. പ്രൈമറി നീഡ്സ് നമുക്ക് ആവശ്യമാണ്. ഭക്ഷണം ആവശ്യമാണ്, വാഹനം ആവശ്യമാണ്, ഭക്ഷണം ആവശ്യമാണ്, വസ്ത്രം ആവശ്യമാണ്, സമ്പത്തൊക്കെ. പക്ഷേ ഒരിക്കലും അമിതമായി അതിൽ ആശ്രയം വെക്കരുതാണ് പറയുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുക. യെശയ്യാപ്രവചനം 30:15 പറയുന്നുണ്ട്, ദൈവത്തിൽ മാത്രം നീ ആശ്രയിക്കുക. 50-ാം അധ്യായം യെശയ്യാപ്രവചനം 10-ന്റെ വാക്യം. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അനേക വാഗ്ദാനങ്ങൾ ദൈവം നൽകുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കരുത്. വ്യാജ വാക്കുകളിൽ ആശ്രയിക്കരുത്. കൂട്ടുകാരിൽ ആശ്രയിക്കരുത്. മക്കളെ സമ്പത്തിൽ ആശ്രയിക്കരുത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്നത് 1, ദൈവം അവരെ അറിയുന്നു. ഗോഡ് നോസ് ദം. നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ അവൻ ശരണവുമാകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. ദൈവം അറിയുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സന്തോഷകരമായൊരനുഭവമാണ്. ഏറ്റവും ഉയർന്നൊരു വ്യക്തി സമൂഹത്തിൽ നമ്മെ പേർ ചൊല്ലി വിളിച്ച് നമ്മെ അറിയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നാം എത്ര മാനിക്കപ്പെടുന്നു. അപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മെ അറിയുന്നുവെങ്കിൽ, ദ ലോർഡ് ഈസ് ഗുഡ്, എ സ്ട്രോങ്ഹോൾഡ് ഇൻ ദ ഡേ ഓഫ് ട്രബിൾ, ഹി നോസ് ദോസ് ഹൂ ടേക്ക് റെഫ്യൂജ് ഇൻ ഹിം. അവനിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും തളർന്നു പോകേണ്ടതായിട്ട് വരികയില്ല. അനേക ആളുകളെ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, അവൻ കൈപിടിച്ചുയർത്തുന്നവരെ. വെള്ളത്തിൽ വീണുപോയി താണുപോകുന്ന പത്രോസിനെ കൈപിടിച്ച് വെള്ളത്തിൽ നിന്ന് കരയേറ്റുന്ന പത്രോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് ഒരു മനുഷ്യനും തകർന്നു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ നമ്മെ കരുതുന്നവനാണ്. അവൻ നമുക്കായി കരുതുന്നതാകയാൽ നമ്മുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. വീണ്ടും ദാവീദ് പറയുകയാണ്, 139-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അവിടുന്ന് അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ വരുന്നില്ല. നമ്മെ അറിയുന്ന ഒരു ദൈവം, ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് കഴിയുമ്പോൾ അവൻ നമ്മുടെ കൂടെ ഇരിക്കും. ദൈവമേ, നമ്മെക്കുറിച്ച് പറയുകയാണ്, എത്ര അതിശയകരമായി നമ്മെ സൃഷ്ടിച്ചു. ദാവീദ് പറയുകയാണ്, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പിന്നെ പറയുകയാണ്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം നീ അറിയുന്നു. നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ വരുന്നില്ല. ദൈവം നമ്മെ അറിയുകയാണ്. ദൈവം അറിയുന്ന വാക്കുകൾ മാത്രമേ നാം സംസാരിക്കാവൂ. അവിടെ പറയാം, നീ മുഴുവനും അറിയാതെ. എത്രമാത്രം ഒരു ലവിങ് വേർഡാണ്, എത്രമാത്രം കരുതുന്നൊരു വാക്കാണ്, എത്രമാത്രം സ്നേഹിക്കുന്ന വാക്കാണ്. ദൈവമേ, യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എൻ്റെ കിടപ്പും നടപ്പും
നീ ശോധന ചെയ്യുന്നു, നിൻ്റെ വഴികളൊക്കെയും എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ഒന്ന്, അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു. രണ്ടാമതായി പറയുകയാണ്, രണ്ടാമത്തെ വാഗ്ദാനം സദൃശവാക്യം 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, ദൈവം നമുക്ക് തരുന്ന വലിയൊരു വാഗ്ദാനമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വലിയ വാഗ്ദാനങ്ങൾ ദൈവം തരുന്നു. എന്താണ്? അങ്ങനെയുള്ളവരുടെ പാതകളെ അവൻ ശരിയാക്കും. നാം പോകേണ്ടുന്ന വഴിയിൽ നമ്മെ അവൻ നടത്തും. സ്റ്റെഡ്ഫാസ്റ്റ് ലവ് സറണ്ടേഴ്സ് ദ വൺ ഹൂ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. അവൻ നമ്മുടെ വഴികളെ നടത്തും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. വഴിയും സത്യവും ജീവനുമാകുന്നവനെ അറിഞ്ഞ് ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദാനങ്ങളെ നാം മനസ്സിലാക്കണം. പലപ്പോഴും ഇന്ന് അബദ്ധസഞ്ചാരികളായിരിക്കുന്ന യുവതലമുറയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരുടെ പാതകളെ നാം നേരെയായ വഴിയിൽ നയിക്കണം. അതാണ് സുവിശേഷ സംഘത്തിൻ്റെയും വൈദികരുടെയും പരിശുദ്ധ സഭയുടെയും ഉത്തരവാദിത്വം. മൂന്നാമതായി നോക്കുമ്പോൾ പറയുകയാണ്, യഹോവയിൽ ആശ്രയിക്കുന്നവരെ ദയ ചുറ്റിക്കൊള്ളും. എന്താണ്? സങ്കീർത്തനം 32:10 പറയുകയാണ്, അവൻ്റെ ദയ നമ്മെ ചുറ്റിക്കൊള്ളും. ദയ എന്ന് പറയുന്നത് മേഴ്സി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കരുണ. 136 സങ്കീർത്തനം 1 മുതൽ 26 വരെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓരോ വാക്യവും കഴിയുമ്പോൾ അവിടെ പറയുന്നു, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുള്ളൂ. പിന്നെ താഴോട്ട് മുഴുവനും 26 വാക്യങ്ങളിലും പറയുകയാണ്, അവൻ്റെ ദയ എന്നേക്കുള്ളൂ. കരുണ. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ കാർമ്മികനായ വൈദികൻ തൻ്റെ ജനത്തിന് വേണ്ടി, തനിക്ക് വേണ്ടി പ്രത്യേകമായി പറയുന്നു, കർത്താവേ എന്നോട് കരുണയുണ്ടാകണമേ, കർത്താവേ എന്നോട് കരുണയുണ്ടാകണമേ, കർത്താവേ എന്നോട് കരുണയുണ്ടായി നിൻ്റെ കൃപയിൽ ഞങ്ങളെ നടത്തണമെന്ന് നമ്മുടെ ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കരുണക്കടലെ ഞാൻ നോക്കും, ദേവാദനയാ എൻ പാപം പെരുകി പിഴകൾ വർദ്ധിച്ചയോ നമ്മൾ പാടുന്നുണ്ട്. ഈ കരുണാമനായ ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. വീണ്ടും നമുക്ക് നോക്കാം, 4-ാമത്തെ വാഗ്ദാനം എന്ന് പറയുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ പുഷ്ടി പ്രാപിക്കും. സദൃശവാക്യം 28-25-26 വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ യഹോവയിൽ ആശ്രയിക്കുന്നവർ പുഷ്ടി പ്രാപിക്കും, ശക്തി പ്രാപിക്കും. അവർ തളർന്നു പോകുകയില്ല, അവർക്ക് ഉയർച്ചയത്രേ വരുന്നത്. ഉൽപ്പത്തി പുസ്തകം 39:2 പറയുന്നുണ്ട്, യൗസേപ്പ് ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു, മറ്റുള്ളവരെല്ലാം തള്ളിക്കളഞ്ഞു, പക്ഷേ അവൻ കൃതാർത്ഥനായി, കാരണം ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. 5-ാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങിപ്പോകുകയില്ല. സങ്കീർത്തനം 125:1 പറയുകയാണ്, എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും. എന്താണ് സിയോൻ പർവ്വതത്തിൻ്റെ പ്രത്യേകത? നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, മലകൾ മുഴുവൻ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഈ സിയോൻ മല നിൽക്കുന്നിടം. 4 ചുറ്റും വലിയ മലകളുണ്ടെങ്കിലും അതിൻ്റെ നടുവിലായി സിയോൻ പർവ്വതം നിൽക്കുകയാണ്. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, അവിടെ ഭൂമി കുലുക്കമുണ്ടായാലും ആ വലിയ കുലുക്കങ്ങൾ ഈ വലിയ മലയെ ബാധിക്കുകയില്ല, അതിൻ്റെ ചുറ്റുമുള്ള ചില മലകളെ മാത്രമേ ബാധിക്കുകയുള്ളൂ. കാരണം അതിൻ്റെ നടുവിൽ നിൽക്കുന്ന സിയോൻ പർവ്വതം എന്നേക്കും നിലനിൽക്കുന്നതാണ്, ഈ എവർലാസ്റ്റിംഗ് മൗണ്ടാണ്. അതുകൊണ്ട് അതിന് ചലനം ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അവൻ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും. ദൈവ മക്കളെ, ഈ സിയോൻ പർവ്വതം പോലെ നിൽക്കുവാൻ നമ്മെ ഭൂമിയിലാക്കിയിരിക്കുന്നു. പ്രതികൂലങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടാകും, രോഗങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. നാം ആഗ്രഹിക്കുന്നത് പോലെ പലതും ചിലപ്പോൾ നടക്കാതെ വരാം. പക്ഷേ ഒരിക്കലും നാം നിരാശരാകാതെ യഹോവയിലേക്ക് നോക്കുവാനും അവനിൽ ആശ്രയിക്കുവാനും, അങ്ങനെ നാം ആശ്രയിക്കുമ്പോൾ ഈ സിയോൻ പർവ്വതം പോലെ ആ ചുറ്റുപാടുമുള്ള മലകൾ ഇതിനെ സംരക്ഷിക്കുന്നത് പോലെ നമുക്ക് പ്രതികൂലങ്ങളിൽ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യയുണ്ട്. അവൻ ചെറിയവനല്ല, അവൻ വലിയവനാണ്. അവൻ സൃഷ്ടാവല്ല, സൃഷ്ടിയാകുന്നു.
അതുകൊണ്ടാണ് പിതൃത്വ പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ കൃപകൾ ഓരോ ദിവസവും നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം, വചനം വായിക്കണം, ധ്യാനിക്കണം, അതിലെ മർമ്മങ്ങളെ നാം മനസ്സിലാക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസ്മരിക്കുന്നു. 4 കാര്യങ്ങളിൽ നാം ആശ്രയിക്കാതിരിക്കുമ്പോൾ 5 കാര്യങ്ങളിൽ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം എന്നേക്ക് നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആയിത്തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നു: യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനമാം പരദേശികൾ നാം, ഭാഗ്യശാലികൾ ഇതുപോലൊരു ജാതിയുണ്ടോ, പരദേശികൾ നാം, ഭാഗ്യശാലികൾ ഇതുപോലൊരു ജാതിയുണ്ടോ. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ്റെ സന്നിധിയിൽ അവനെ നാം ആശ്രയിച്ചുകൊണ്ട്, അവനിൽ നാം ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഈ മാരകമായ രോഗങ്ങൾ വ്യാപരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സഭയായി വ്യക്തികളായി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. യഹോവയിൽ ആശ്രയിച്ച് നന്മത ജീവിപ്പാൻ ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നുള്ള ഉത്ബോധത്തോടുകൂടെ ജീവിപ്പാനും നമ്മുടെ കുറവുകളെ കണ്ട് അത് പരിഹരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം ധാരാളമായ കൃപയാൽ നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ട കൊക്കാപ്പറമ്പിലച്ചനോടും ജിബി ജോർജിനോടും മറ്റെല്ലാവരോടും ഉള്ളതായ സന്തോഷം നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകളെ വിസ്മരിക്കുന്നു. ബലഹീനായ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പാൻ അപേക്ഷിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും ആദരണീയനായ തോമസ് കൊക്കാപ്പറമ്പിലച്ചൻ, ഇന്നത്തെ ധ്യാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ വെരി റവറൻ തോമസ് തേക്കിൽ കോറപ്പിസ്കോപ്പാച്ചൻ, ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് ഈ ധ്യാന ശുശ്രൂഷയെ പങ്കാളികളായ വിശ്വാസി സമൂഹമേ, ജൂലൈ മാസം ആരംഭിച്ച് 4 മാസങ്ങൾക്ക് ശേഷവും മുടക്കം കൂടാതെ ഈ ധ്യാന ശുശ്രൂഷ സംഘടിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാക്കുന്ന വലിയവനായ ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ചെങ്ങന്നൂർ ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രതിവാര ഓൺലൈൻ ധ്യാന ശുശ്രൂഷയെ ആരംഭിച്ചതാണ് ജീവമന്ന എന്ന ഈ പ്രോഗ്രാം. ഏറ്റവും അനുഗ്രഹകരമായി അത് സംഘടിപ്പിക്കുവാൻ തക്കവണ്ണം ഇന്നും സർവേശ്വരനായ ദൈവം നമ്മെ സഹായിച്ചു. ഈ ജീവമന്ന എന്ന പ്രോഗ്രാമിന് ജീവൻ നൽകുകയും അതിന് എല്ലാ അനുഗ്രഹ ആശംസകളും ചൊരിഞ്ഞു തരുന്നത് ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പൊലീത്ത അഭിവന്ദനായ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനിയാണ്. തിരുമേനിയുടെ നേതൃത്വവും യഥാസമയമുള്ള വേണ്ട നിർദ്ദേശങ്ങളുമാണ് ഇത് വളരെ ഭംഗിയായി സംഘടിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാക്കുന്നത്. അഭിവന്ദനായ തിരുമേനിയോട് ചെങ്ങന്നൂർ ഭദ്രാസന സുവിശേഷ സംഘത്തിനുള്ള നന്ദി തിരുമേനിയുടെ തൃപ്പാദങ്ങൾ അർപ്പിക്കുന്നു. തിരുമേനിയോട് ചേർന്ന് ഈ ജീവമന്ന എന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുവാൻ എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന
ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി വന്ദനായ മാത്യു എബ്രാം കാരക്കലച്ചനുള്ള നന്ദി അറിയിക്കുന്നു. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ സുവിശേഷ സംഘത്തിന് നേതൃത്വം വഹിക്കുന്ന വന്ദനായ തോമസ് കൊക്കാപ്പറമ്പിലച്ചൻ ഓരോ ആഴ്ചകളും ധ്യാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകേണ്ടവരെ കണ്ടെത്തുകയും അവരെ ക്ഷണിക്കുകയും യഥാസമയം ഇവിടെ കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് മുടക്കം കൂടാതെ ഇത് സംഘടിപ്പിക്കുവാൻ തക്കവണ്ണം വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്ന ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ മുൻ സെക്രട്ടറിയും സുവിശേഷ സംഘത്തിൻ്റെ ഡയറക്ടറുമായി പ്രവർത്തിക്കുന്ന വന്ദനായ തോമസ് കൊക്കാപ്പറമ്പിലച്ചനുള്ള നന്ദി ഏവരുടെയും പേരിൽ അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയത് തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ മുൻ സെക്രട്ടറിയും ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ പ്രഗത്ഭനായ വൈദികനുമായ വന്ദനായ തോമസ് തേക്കിൽ കോർപ്പിസ് കോപ്പ അച്ഛനാണ്. 5 വർഷക്കാലം അച്ഛനോടൊപ്പം ചേർന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം എനിക്ക് അവസരം ലഭിച്ചു. അക്കാലങ്ങളിലൊക്കെ വേണ്ട നിർദ്ദേശങ്ങളും വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ അച്ഛൻ നൽകിയത് നന്ദിയോടെ ഇവിടെ സ്മരിക്കുന്നു. സങ്കീർത്തനം 118 8 വാക്യത്തെ അടിസ്ഥാനമാക്കി മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത് എന്ന വേദവാക്യത്തെ അടിസ്ഥാനമാക്കി ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ അധൈര്യപ്പെടാതെ ധൈര്യപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം നമ്മെ ആഹ്വാനം ചെയ്യുകയും നമ്മെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത വന്ദനായ തോമസ് തേക്കിൽ കോർപ്പിസ് കോപ്പച്ചനുള്ള നന്ദി സുവിശേഷ സംഘത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. ഈ സുവിശേഷ സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്ന സുവിശേഷ സംഘത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ ബിൻസി റജി, അതോടൊപ്പം മറ്റ് ആധ്യാത്മിക സംഘടനകളുടെ ഭാരവാഹികൾ, പ്രവർത്തകർ, സുവിശേഷ സംഘത്തിലെ സജീവമായ അംഗങ്ങൾ ഏവരോടുള്ള നന്ദി അറിയിക്കട്ടെ. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഒന്നിച്ചു ചേരുവാൻ അവസരം ലഭിക്കാതിരുന്ന ഈ സന്ദർഭത്തിലും ഓൺലൈനായി അവരവരുടെ ഭവനങ്ങളിലിരുന്ന് അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിലിരുന്ന് ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം ഇടയാക്കുന്നത് ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ മാധ്യമ വിഭാഗമായ ബഥേൽ ക്രിയേഷൻ്റെ ഭാരവാഹികളുടെ സഹകരണവും യഥാസമയമുള്ള പ്രവർത്തനവുമാണ്. അതിന് നേതൃത്വം നൽകുന്ന വന്ദനായ റെനി തോമസ് അച്ഛൻ, പോൾസൻ ശമാശൻ, ശ്രീ ലിജോ, ഷിതിൻ, ജിനു, മനു, വിപിൻ, ഇവരോടുള്ള എല്ലാവരോടുള്ള നന്ദി സുവിശേഷ സംഘത്തിൻ്റെ പേരിൽ ഞാൻ അറിയിക്കട്ടെ. ഈ ധ്യാനയോഗം ഇവിടെ സംഘടിപ്പിക്കുവാൻ തക്കവണ്ണം അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന ബഥേൽ മാർ ഗ്രിഗോറിയോസ് ഇടവകയുടെ വന്ദനായ വികാരി ബഹുമാനായ ജാൾസൺ ജോർജനുള്ള നന്ദി അറിയിക്കട്ടെ. ലോകമെമ്പാടും ഇരുന്ന് ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും അതുമൂലം അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരായ എല്ലാ പ്രേക്ഷകരോടും വിശ്വാസ സമൂഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
വന്നൊരുവാരിങ്ങൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാര ശുശ്രൂഷ കേൾക്കുന്നവർ ദൈവമേ നിനക്ക് സ്തുതി. കരുണയുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആവശ്യമുള്ള അപ്പം തരണമേ. ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ എന്നോട്ട് ഇതുകൊണ്ടെന്ന രാജ്യശക്തിയും കുറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. കർത്താവേ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള അന്യർത്തോറിയും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ബർബരന്മാരും ദൈവമില്ലാത്തവരും ആത്മാക്കളുടെ സാക്ഷാൽ വൈദ്യൻ നീ മാത്രമാകുന്നുവെന്ന് നിന്നെ തിരിച്ചറിയുവാനും നിങ്ങൾ അഭയം പ്രാപിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദേവാനായ കർത്താവേ ഞങ്ങൾ നിന്നെ വെറുപ്പിക്കുകയും ശത്രുവിനെ അനുസരിക്കുകയും ചെയ്തിട്ടുള്ളത് അല്പമൊന്നുമല്ലെന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഇതാ ഞങ്ങൾ മരിച്ചവരായിരിക്കുന്നു. മനുഷ്യൻ കരുണയിൽ ഇല്ലാത്തവനായിരിക്കാതെ അന്യോന്യം കരുണ ചെയ്യണമെന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ആയതുകൊണ്ട് വളരെ കരുണയും ദയയുള്ളവനുമേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിങ്ങൾ സാധ്യമല്ലാത്തതൊന്നുമില്ലല്ലോ. നീ കരുണയുടെ ഉടയവനാകുന്നുവല്ലോ. കർത്താവേ ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ ജഡവും അരിഷ്ടതയിൽ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കരുണയുള്ള കർത്താവേ ജീവിപ്പാൻ നിവൃത്തിയില്ലാത്തവണ്ണം ഞങ്ങളായി തീർന്നിരിക്കുന്നതിനാൽ അവിടുന്ന് ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഞങ്ങൾ സർവശിക്ഷയ്ക്കും യോഗ്യരാണെന്ന് ഞങ്ങൾക്കറിയാം. ഇനി ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ഉത്തരം പറവാൻ ന്യായമായ വിധത്തിൽ ഞങ്ങൾ യോഗ്യരല്ല. കർത്താവേ ഞങ്ങളെക്കുറിച്ച് വിലപിക്കുന്നതിന് ഭൂലോകത്തെ മുഴുവനും ഞങ്ങൾ വിളിച്ചാൽ സാധ്യമല്ല. അതിനാൽ കർത്താവേ നിൻ്റെ കരുണയോട് ഞങ്ങൾ സങ്കടം ബോധിപ്പിക്കുന്നു. നിൻ്റെ കൃപയോടാടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിൻ്റെ കോപത്താൽ ഞങ്ങളെ ശാസിക്കരുതേ. നിൻ്റെ ക്രോധത്താൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ. നീതിയുള്ള ശിക്ഷാവിധിയിൽ ഞങ്ങളെ നീ അതിവേദനപ്പെടുത്തരുതേ. ഞങ്ങളെല്ലാ മനുഷ്യരെക്കാൾ മഹാപാപികളാകുന്നു ഞങ്ങൾ ഏറ്റു പറയുന്നു. ഇനി എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഞങ്ങളെവിടേക്ക് ഓടിക്കേണ്ടു? നിൻ്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെവിടെ മറഞ്ഞിരിക്കേണ്ടു? ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിപ്പാൻ ആരുള്ളൂ? ആകാശത്തിലേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല. സങ്കടമുള്ള ഹൃദയത്തോടും വിനയമുള്ള ആത്മാവോടും കൂടെ ആ ചുങ്കക്കാരനെ പോലെ ഞങ്ങൾ അങ്ങയുടെ അടുക്കൽ നിലവിളിക്കുന്നു. ആ മുടിയനായ പുത്രനെ കൈക്കൊണ്ടതുപോലെ ഞങ്ങളെ കൈക്കൊള്ളണമേ. അങ്ങേ ഉപേക്ഷിച്ച് പറഞ്ഞ ശമോനോട് നീ നിരപ്പായതുപോലെ ഞങ്ങളോട് നിരപ്പാകണമേ. എൻ്റെ കർത്താവേ അങ്ങയുടെ തിരുശരീരം ഞങ്ങൾ ഭക്ഷിക്കുകയും അങ്ങയുടെ തിരുരക്തം ഞങ്ങൾ കുടിക്കുകയും അങ്ങയുടെ പരിശുദ്ധനാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെടുകയും ചെയ്തുവല്ലോ. ഞങ്ങളെ അന്ധകാരത്തിൽ വസിപ്പാൻ വിട്ടുകളയരുതേ. ഞങ്ങൾ നരകാഗ്നിക്ക് ആഹരിക്കാരായി തീരരുതേ. ദുഷ്ടന്മാരോടുകൂടെ കരുണയില്ലാത്ത അതിവേദന ഞങ്ങൾ അനുഭവിക്കുവാനിടയാകരുതേ. എന്നാലോ എൻ്റെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, അങ്ങയുടെ തിരുഷ്ടപ്രകാരം നടന്നിട്ടുള്ള പരിശുദ്ധന്മാരോടുകൂടെ എന്നേക്കും നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ.
നിവർത്താൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിന്നേകസുത വചനമതാൻ രാജാദീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതാൻ മൃദുരഹിത കാരുണ്യത്താൽ മാർത്യൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതന വിമലത ശുചിയം ഇവയുള്ള മഹിമാവിയലും ദൈവജനത്രീ കന്യകയാം മറിയാമീന്നും ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശീഹ നിജമൃതിയാലിവർ തൻ മൃതിയെ മെതിച്ചു നിഹനീച്ചോനെ അപരിപാവന തൃത്വൈക സ്വപിതാവോടൊപ്പം ജീവനെഴും സ്വർഗസ്ഥപിതാവാം ദൈവമേ, ലോകരക്ഷിതാവായ ദൈവോത്ര, പരിശുദ്ധ റൂഹായാം ദൈവമേ, ഏകപരിശുദ്ധാത്രിത്വമേ, പരിശുദ്ധ ദൈവമാതാവേ, പരിശുദ്ധ 12 അപ്പോസ്തലന്മാരേ, കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ പരിശുദ്ധ സഹദേവന്മാരേ, പരിശുദ്ധനായ പരിമല തിരുമേനി, പരിശുദ്ധനായ മാർ ഗീവർഗീസ് സഹദാ, സകല പുണ്യാന്മാരുമേ, ദൈവം തമ്പുരാൻ നമ്മോട് കരുണ തോന്നുവാൻ, സകല ലോകത്തോടും സൗഖ്യം സമാധാന അനുഗ്രഹമായിട്ട് പരിവർത്തിക്കുവാൻ കർത്തൃസന്നിധിയിൽ മുട്ടിപ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ, ലോകമോദങ്ങളെ ആശ്രയിക്കുന്നതിനേക്കാൾ, സമ്പത്തിലും ഒക്കെ സായുജ്യം അനുഭവിക്കുന്നതിനേക്കാൾ എൻ്റെ കർത്താവിൽ ശരണപ്പെടുന്നതാണ് ധന്യമെന്ന് വചനത്തിലൂടെ ഞങ്ങളെ കേട്ടല്ലോ. നിന്നിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് മുന്നേറുവാൻ, കർത്താവെ പ്രതികൂലത കണ്ട് ഭയപ്പെട്ടു നിൽപ്പാനല്ല, തമ്പുരാൻ്റെ കരം പിടിച്ച് മുന്നേറുവാനുള്ള കരുത്തും കരുണയും അടിയങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാവുന്നു. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, വഴി നടത്തും അരുളി ചെയ്ത തമ്പുരാനെ. നിന്നിൽ ആശ്രയം വെച്ചുകൊണ്ട് മുന്നേറുവാൻ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് സാധ്യമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിന് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിക്കും ദൈവമേ. കോവിഡെന്ന മഹാമാരിയുടെ പീഡനത്താൽ ഞെരുങ്ങിയ വരുന്ന ലോകത്തോട് അവിടുന്ന് കരുണ തോന്നണമേ. രോഗത്തിന് വിധേയരായി കഷ്ടപ്പെടുന്ന ജനതയോട് അവിടുന്ന് മനസ്സറിവ് തോന്നണമേ. നിന്നിലേക്ക് നോക്കി പ്രകാശിതരാകാൻ, സൗഖ്യം പ്രാപിപ്പാൻ ആത്മീയ ദർശനം നിൻ്റെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ നല്ല വൈദ്യനും സിദ്ധൌഷധവുമാണല്ലോ ദൈവമേ. അവിടുന്ന് കരമുയർത്തണമേ, തിന്മശക്തികളോട് പോരാടണമേ. എല്ലാ പകർച്ചവ്യാധികളെ അവിടുന്ന് കീഴ്പ്പെടുത്തണമേ. ലോകത്തിൻ്റെ ഗതിവിഗതികൾ നിൻ്റെ നിയന്ത്രണത്തിലാകണമേ. അവിടുത്തെ കരമുയർത്തി എല്ലാത്തിനെയും ശാസിച്ചമർച്ച ചെയ്യണമേ. അങ്ങനെ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവുമായിരിക്കുന്നവരുടെ ഉടമ്പടിയിൽ കരുണയോടെ പരിപാലിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന സർവ്വരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളിലായി, ഭവനങ്ങളിലായി വേദനയോടെ നിലവിളിക്കുന്ന സർവ്വരോഗികളോട് മനസ്സലിവ് തോന്നണമേ. ഓപ്പറേഷന് വിധേയരായി വിവിധ ആന്തരിക അവയവങ്ങളുടെ രോഗം ബാധിച്ച് കഷ്ടതയിൽ ആശുപത്രിയിലും ഭവനങ്ങളുമായിരിക്കുന്ന എല്ലാവരോടും മനസ്സലിവ് തോന്നണമേ. നിന്റെ സ്പർശനത്താൽ, നിന്റെ ദർശനത്താൽ അവിടുത്തെ നിഴൽ വീണുപോലും സൗഖ്യമായവരെക്കുറിച്ച് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ. തമ്പുരാനെ, അവരിലൊരുവനെ പോലെ നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് സൗഖ്യവും സമാധാനം ലഭിപ്പാൻ സംഗതിയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വരോഗികളുടെ മേൽ നിൻ്റെ ദർശനം ഉണ്ടാകണമേ. നിൻ്റെ കരുണ പ്രവഹിക്കണമേ. കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരോട് ദയാലുവാകണമേ. വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരോട് മനസ്സലിവ് തോന്നണമേ. സാമ്പത്തിക ഭദ്രതയില്ലാതെ കടബാധ്യതയേറി നട്ടം തിരിയുന്ന ജനതയോട് കരുണ തോന്നണമേ. മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് നീ കരുണയാകണമേ. മക്കളെ പോറ്റി പുലർത്തുവാൻ നിവർത്തിയില്ലാതെ സങ്കടപ്പെടുന്നവർക്ക് നീ അത്താണിയാകണമേ. ഒരു നേരത്തെ ആഹാരത്തിനായി വിശന്ന് വലയുന്ന
ഭക്ഷണത്തിനായിട്ട് നിലവിളിക്കുന്ന ദേശങ്ങളോട്, കുഞ്ഞുങ്ങളോട്, തലമുറയോടൊക്കെ അവിടുന്ന് മനസ്സിലാക്കി തോന്നണമേ. അധികാരി വർഗത്തെ അവിടുന്ന് നിയന്ത്രിക്കണമേ. സർവരോടും കൃപാലുവായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഭരണരംഗത്ത് ഉള്ളവരെയൊക്കെ അവിടുന്ന് നിയന്ത്രിക്കണമേ. നിൻ്റെ കൃപ ലോകം കാണുവാൻ തക്കവണ്ണം എല്ലാവരെയും അവിടുന്ന് എടുത്തുപയോഗിക്കണമേ. എല്ലാ പരിശുദ്ധ സഭകളെയും, മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും സുവിശേഷകരെയും ദൈവവേല ചെയ്യുന്നവരെയും ദൈവജനത്തെ ഒരുപോലെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ഐക്യത്തിൽ ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കണം സംഗതിയാക്കണമേ. ലോകം മുഴുവൻ സമാധാനം കൊണ്ട് നിറയണമേ. കർത്താവ്, ഒരു ഇലക്ഷൻ്റെ കാലഘട്ടം വരുന്നു. മത്സരങ്ങളെക്കാൾ അപ്പുറമായി നീതി നിർവഹണത്തിന് യോഗ്യരായവർ തിരഞ്ഞെടുക്കപ്പെടുവാൻ സർവ്വനീതിയും കഴിയുന്ന ദൈവത്തിൻ്റെ കരുണ ലോകത്തിലുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്തമന്മാരായ ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുവാനും ജനസേവകരായിട്ട് പ്രവർത്തിക്കുവാനും നിൻ്റെ ഹിതമനുവർത്തിച്ച് പരിവർത്തിപ്പാനും അവരെയൊക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് വചന ശുശ്രൂഷ നിർവഹിച്ച വന്യാചാര്യനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സൗഖ്യമായി, സമാധാനമായി, ബലമായി, കരുണയായി, കരുതലായി നിൻ്റെ കൃപയാൽ നിറയ്ക്കണമേ. നിൻ്റെ വചനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. നിൻ്റെ കൃപയിൽ അധ്വാനിപ്പാൻ, നിനക്ക് വേണ്ടി വേല ചെയ്യാനുള്ള കരുണയും കരുത്തും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് കുഞ്ഞുങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ പദങ്ങളിൽ നിറപടിയായി കരുണ പ്രവർത്തിക്കാൻ അവിടുന്ന് യോഗ്യരാക്കണമേ. സുവിശേഷ സംഘവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ഓരോരുത്തരെയും നിന്റെ നാമമോഹത്തിനായിട്ട് നീ എടുത്തുപകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വന്യപിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ബലവും കൃപയും ശരീരാത്മദേഹങ്ങൾക്ക് പ്രാപ്തിയും കരുണയും അവിടുന്ന് ധാരാളമായിട്ട് കൊടുക്കണമേ. ഭദ്രാസൻ്റെ വിധ ചുമതല വഹിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, വീണ്ടും ദൂരത്തും ചാരത്തുമായിരുന്ന വചനം ശ്രവിക്കുന്ന എല്ലാവരുടെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനെ പകരണമേ. ഇന്ന് കേട്ട വചനം പരിവർത്തിപ്പാൻ തക്കവണ്ണം അത്ഭുതകരമായിട്ട് അവരിൽ വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടയാകണമേ. സമസ്ത ലോകത്തെയും കാത്തു പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ ഭൂമിയിൽ എവിടെയായിരിക്കുന്ന നിൻ്റെ മക്കളോടും കൂടെ ഉണ്ടാകണമേ. നീ ഭൂമിയുടെ അറ്റത്ത് പോയി പാർത്താലും ഞാൻ അവിടെയുണ്ട് എന്നറിയിച്ച ദൈവമേ, ഓരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിൽ നിൻ്റെ തിരുസാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സംഗതിയാകണമേ. സമസ്ത നൽവരങ്ങളാൽ നിറയ്ക്കണമേ. തുടർന്നുള്ള കാലഘട്ടം നിൻ്റെ കൃപയിൽ പരിപാലിപ്പാനിടയാകണമേ. സർവ്വനന്മകളാൽ നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എന്നും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകാൽ നമ്മുടെ സഭയിന്മേലും നമ്മുടെ ഭദ്രാസനത്തിന്മേലും, നമ്മുടെ ഭദ്രാസനത്തിൻ്റെ എല്ലാ ആധ്യാത്മിക സംഘടനകളുടെ മേലും, പ്രത്യേകാൽ സുവിശേഷ സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തകരുടെ മേലും പ്രവർത്തനങ്ങളുടെ മേലും, നമ്മുടെ ഇടമത്രാപൊലിത്തായോടുകൂടെയും എല്ലാ വൈദിക ശ്രേഷ്ഠരോടുകൂടെയും എല്ലാ സുവിശേഷകന്മാരോടുകൂടെയും ഇന്ന് ഈ ധ്യാനത്തിന് നേതൃത്വം നൽകിയ എല്ലാ വൈദിക ശ്രേഷ്ഠരോടുകൂടെയും വചനം ദൂരെയും ചാരിയുമായിരുന്നു കേട്ട എല്ലാവരോടും ഈ ബെഥേൽ ക്രിയേഷൻസിൻ്റെ എല്ലാ പ്രവർത്തകരോടുകൂടെയും പ്രവർത്തനങ്ങളോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നാഥാ നിൻ തിരുമുമ്പിൽ ആത്മശരീര മനസ്സുകളെ ശോഭ കലർന്ന വിളക്കുകളാ ഞാൻ കത്തിപ്പാറാകണമേ. ഒളിവായി നോക്കിയിടാതെന്റെ കണ്ണുകളെ നീ കാക്കണമേ.
വഞ്ചന കേൾക്കാതടിയന്റെ